ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സെൻറ്റ് മോറിസിൽ നിന്നും കൂറിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ സെർമാറ്റിൽ നിന്നും സെൻറ്റ് മോറിസ് വരെ യാത്ര ചെയ്തു. സെൻറ്റ് മോറിസിൽ നാളെ ഞങ്ങൾക്ക് യാത്ര തുടങ്ങേണ്ടത് കൂറിൽ നിന്നാണ്. കൂറിൽ നിന്ന് ഇറ്റലിയിലെ ടിറാനോയ്ക്കുള്ള ബേർണിന എക്സ്പ്രസ് ട്രെയിനിലുള്ള യാത്രയാണ് നാളത്തേത്. അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ കൂറിലാണ് എത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കൂറാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ 2 മണിക്കൂറോളം തിരിച്ച് ട്രെയിനിലേക്ക് പുറകോട്ട് പോകണം. നമ്മൾ സാധാരണ ട്രെയിനിൽ എക്സ്പ്രസ് ട്രെയിനിൽ ഈ സെൻറ്റ് മോറിസിൽ നിന്നും കൂറിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ റൂട്ട് തന്നെ തിരിച്ച് നമ്മൾ പോവുകയാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ചെറുതായിട്ട് മഞ്ഞ് വീഴ്ച തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് അങ്ങ് പോകുമ്പോഴത്തേനും എല്ലായിടവും മഞ്ഞ് വീണ് മൊത്തം വെള്ള കളറിലെല്ലായിടവും മരത്തിൻ്റെ എല്ലാ ഇലകളും എല്ലാം ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് കാണാം നിലത്ത് ഒരു തരി സ്ഥലമില്ല ഈ മഞ്ഞ് വീഴാത്തതായിട്ട്. അതുപോലെ തന്നെ മരത്തിൻ്റെ ഇലകളും എല്ലാം മഞ്ഞ് പൊതഞ്ഞ് കിടക്കുകയാണ്. മഞ്ഞൊഴിച്ച് നിന്നു. നമ്മൾ ഇങ്ങോട്ട് പോന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം പെയ്തിറങ്ങി എല്ലാം ഇങ്ങനെ മഞ്ഞ് കുളിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ കാണാൻ പറ്റുന്നത്. മരങ്ങളിലെ മരത്തിൻ്റെ കമ്പും ഇലകളും എല്ലാം മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ്. വഴികൾ മാത്രം വണ്ടി പോകുന്ന ഏരിയ മാത്രം മഞ്ഞില്ല. അപ്പം വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ മഞ്ഞ് പോകുന്നതുകൊണ്ടാണ് അത് മാത്രം കറുത്ത കളറിലിങ്ങനെ കാണാൻ പറ്റും. ബാക്കിയെല്ലാം മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നു. അന്നത്തെ ദിവസം നല്ല 8 മണിക്കൂർ തന്നെ ഗ്ലേഷ്യർ എക്സ്പ്രസ് യാത്രയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിപ്പോൾ അങ്ങോട്ട് പോകുന്ന 2 മണിക്കൂർ 10 മണിക്കൂറോളം യാത്രയുണ്ട്. മലഞ്ചെരുവുകളും എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണടിഞ്ഞു കിടക്കുന്നു. അവിടെ ഒരു ചെറിയ കുളം പോലെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ വെള്ളം മാത്രം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വഴിയാണ്. വഴിയിൽ കുറേ ഭാഗത്തൊക്കെ മഞ്ഞുണ്ട്. ട്രാക്കിൻ്റെ സൈഡ് വഴിയൊക്കെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്.
മരങ്ങളിലെല്ലാം ഇങ്ങനെ മഞ്ഞിൽ പതഞ്ഞ് നിൽക്കുകയാണ്. വേറൊരു കുളത്തിലെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നീല നിറത്തിൽ. വീടുകളുടെ മുകളിലും എല്ലാം മഞ്ഞാണ്. ഇവിടെയുള്ള ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറേശ്ശെ മഞ്ഞ് കുറഞ്ഞാണ് വരുന്നത്. എല്ലായിടത്തും ഇല്ല, എന്നാലും പുല്ലിൻ്റെ മുകളിലും എല്ലാം എല്ലായിടത്തും മഞ്ഞുണ്ട്. വീടിൻ്റെ മുകളിലും ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ അതിൻ്റെ തീവ്രത കുറവാണ്. ഇടയ്ക്കൊക്കെ ഗ്യാപ്പുകൾ കാണാം. നമ്മൾ മുകളിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തേക്കാണ് പോകുന്നത്. സെൻറ്റ് മോറിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1800 മീറ്ററോളം സമുദ്രജലത്തിന് പൊക്കമുള്ള സ്ഥലമാണ്. കൂറെന്ന് പറയുമ്പം ഏതാണ്ട് 550-600 മീറ്റർ സമുദ്രജലത്തിന് പൊക്കമുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ മേളിൽ നിന്ന് താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് വരുന്തോറും ഇത് ഈ മഞ്ഞ് വീഴ്ചയുടെ ഇത് കുറവുണ്ട്. ഒരു ചെറു പട്ടണമാണ്. എല്ലായിടും വീടുകളും റെയിൽവേ സ്റ്റേഷനുണ്ട്. നമ്മുടെ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങോട്ട് വരും തോറും മഞ്ഞ് കുറവാണ്. ഇപ്പം നമുക്ക് മരങ്ങളൊക്കെ കാണാം. മരങ്ങളുടെ ചില്ലുകളിലൊന്നും മഞ്ഞ് വേണ്ടില്ല, പച്ചപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൂറിലേക്ക് അടുക്കും തോറും മഞ്ഞ് കുറവുണ്ട്. അടുത്ത വീഡിയോ നമ്മൾ ബേണീന എക്സ്പ്രസ്സിലുള്ളതാണ് നാളത്തേത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.